സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷവുമായി നാളെ ക്രിസ്തുമസ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആഘോഷത്തിന്റെ നിറവിൽ. ഉണ്ണിയേശുവിന്റെ വരവറിയിക്കാൻ ദേവാലയങ്ങളിലെല്ലാം പാതിരാ കുർബാനകൾ. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരായ സംഘപരിവാർ ആക്രമം കേരളത്തിൽ അപമാനകരമെന്ന് മുഖ്യമന്ത്രി. വർഗീയ ശക്തികളെ പടിക്ക് പുറത്തു നിർത്തി ഒത്തൊരുമയോടെ ക്രിസ്തുമസ് ആഘോഷിക്കണമെന്നും മുഖ്യമന്ത്രി. ദില്ലിയിൽ പ്രധാനമന്ത്രി മെത്രാന്മാരെ ആദരിക്കുമ്പോൾ കേരളത്തിൽ സംഘപരിവാർ പുൽക്കൂട് നശിപ്പിക്കുകയാണെന്ന് തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത. ക്രിസ്തീയ സഭകൾ ആക്രമിക്കപ്പെടുന്നതിൽ ആശങ്കയുണ്ടെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF ആരെയും ഉയർത്തിക്കാട്ടില്ലെന്ന് MM ഹസൻ. വെള്ളാപ്പള്ളി കോൺഗ്രസിന്റെ കാര്യം ആലോചിച്ച് ദുഃഖിക്കേണ്ടെന്നും MM ഹസൻ. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ കോൺഗ്രസിന് പൊള്ളുന്നത് എന്തിനെന്ന് TK ഹംസ. ജമ്മു കാശ്മീരിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 5 സൈനികർക്ക് വീരമൃത്യു, 10 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പുഷ്പ 2 ദുരന്തത്തിൽ അല്ലു അർജുനെ ചോദ്യം ചെയ്ത് പോലീസ്. അല്ലു ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ലെന്ന് ഹൈദരാബാദ് പോലീസ്. പല ചോദ്യങ്ങൾക്കും അല്ലു അർജുൻ മറുപടി നൽകിയില്ലെന്നും പോലീസ്. കാർഷിക മേഖലയിൽ ചില രംഗങ്ങളിൽ കേരളം സ്വയം പര്യാപ്തമാവാൻ കഴിയണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ബേക്കൽ ആഗ്രോ കാർണിവൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹരിപ്പാട് വ്യാപാര സ്ഥാപനം അടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പട്ടാപ്പകൽ ATM പൊളിച്ച് പണം കവർന്ന 2 ഉത്തർപ്രദേശ് സ്വദേശികൾ ആലപ്പുഴയിൽ പിടിയിൽ. കരുവാറ്റ ആശ്രമം ജംഗ്ഷനിലെ ടാറ്റയുടെ ATM കൗണ്ടറിലാണ് മോഷണം നടന്നത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. ഉടമസ്ഥന്റെ വീടിന് സമീപം പാർക്ക് ചെയ്ത ബൈക്ക് മോഷണം പോയ കേസിൽ 2 പേർ പിടിയിൽ. ആലപ്പുഴ ആര്യാട് സ്വദേശിയായ ശ്രീകുമാറിന്റെ ഹീറോ ഹോണ്ട ഇനത്തിൽപ്പെട്ട ബൈക്കാണ് മോഷണം പോയത്. പ്രതികളെ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കല്ലമ്പലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിലുണ്ടായിരുന്ന നെടുമങ്ങാട് സ്വദേശികളായ 5 പേരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡിൽ കാര അഞ്ചങ്ങാടിയിൽ ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചു. കയ്പമംഗലം കുറ്റിക്കാട്ട് സ്വദേശി അഫ്നാൻ റോഷനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മതിലകം സ്വദേശി കുട്ടുങ്ങൽ നസ്മലിന് പരിക്കേറ്റു. തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യവും മയക്കുമരുന്നും നൽകി അബോധാവസ്ഥയിലാക്കിയതിന് 2 യുവാക്കളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
അജ്ഞാതർ നൽകുന്ന സംഭാവനകൾക്ക് ആദായ നികുതി നൽകേണ്ടതില്ലെന്ന് ബോംബെ ഹൈക്കോടതി. സായിബാബ സൻസ്ഥാൻ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് വിധി. പുനർനിർണയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആദായ നികുതി വകുപ്പിന് കോടതി നിർദ്ദേശം നൽകി. ഭർത്താവിന്റെ ബോസിനൊപ്പം കിടക്കാൻ വിസമ്മതിച്ച ഭാര്യയെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. മഹാരാഷ്ട്രയിലെ കല്യാണിലാണ് സംഭവം. യുവതിയുടെ പരാതിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവാവിനെതിരെ കേസെടുത്തു. യുപിയിൽ BJP MLA ഹരീഷ് ഷാക്കിയയ്ക്കെതിരെ കൂട്ടബലാത്സംഗ പരാതി. MLAയുടെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് ഹരീഷ് ഷാക്കിയെയും സഹോദരൻ സത്യേന്ദ്ര ഷാക്കിയും മറ്റു ചിലരും ചേർന്ന് പീഡിപ്പിച്ചുവെന്നാണ് ഉജാനി കോട്ട്വാലി സ്വദേശിനിയുടെ ആരോപണം. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. CPIM മധ്യപ്രദേശ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയായി ജസ്വീന്ദർ സിംഗിനെ തെരഞ്ഞെടുത്തു. 30 അംഗ സംസ്ഥാന കമ്മിറ്റിയും രൂപീകരിച്ചു. ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണ മൂർത്തിയെ പരിഹസിച്ച് കോൺഗ്രസ് MP കാർത്തി P ചിദംബരം. കൂടുതൽ നേരം ജോലി ചെയ്യുന്നതിലല്ല, ചെയ്യുന്ന ജോലി കാര്യക്ഷമമാക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കാർത്തി P ചിദംബരം. ഉത്തർപ്രദേശിലെ ഫിലിഭിത്തിയിൽ 3 ഖാലിസ്ഥാൻ ഭീകരവാദികളെ വധിച്ചു. ഉത്തർപ്രദേശ് പോലീസും പഞ്ചാബ് പോലീസും ചേർന്നുള്ള സംയുക്ത ഏറ്റുമുട്ടലിലാണ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടത്. വാർഷിക പരീക്ഷയിൽ തോറ്റാലും ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന നയം 5-8 ക്ലാസുകളിൽ നിന്ന് എടുത്തുമാറ്റി കേന്ദ്രം. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്യാലയങ്ങളിലാണ് നടപടി സ്വീകരിച്ചതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിവാഹ ജീവിതത്തിൽ ഭാര്യയുടെ ക്ഷമയും മൗനവും ബലഹീനതയാണെന്ന് പറയാനാവില്ലെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി. ദാമ്പത്യ ജീവിതം രക്ഷിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് അതിലുള്ളതെന്നും കോടതി. ഛത്തീസ്ഗഡിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിവാഹിതരായ സ്ത്രീകൾക്കായുള്ള സർക്കാർ പദ്ധതിയിൽ അപ്രതീക്ഷിത ഗുണഭോക്താവിനെ കണ്ട് ഞെട്ടി ഉദ്യോഗസ്ഥർ. ഗുണഭോക്താവിന്റെ പേര് സണ്ണി ലിയോൺ. നടിയുടെ പേരിൽ വ്യാജരേഖ ചമച്ചതായി ഒടുവിൽ അന്വേഷണത്തിൽ കണ്ടെത്തി. പുഷ്പ 2 സിനിമയുടെ റിലീസിന്റെ ഭാഗമായി ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരണമടഞ്ഞ സംഭവം. യുവതിയുടെ കുടുംബത്തിന് അല്ലു അർജുൻ 20 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് തെലങ്കാന മന്ത്രി കോമതി രംഗത്ത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് വിവരങ്ങൾ തടയുന്ന കേന്ദ്ര സർക്കാരിന്റെ ചട്ടഭേദഗതി തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഇല്ലാതാക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുപരിശോധനയ്ക്ക് വിധേയമാണെന്ന തെരഞ്ഞെടുപ്പ് ചട്ടമാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തത്. പൂനെയിൽ ഫുട്പാത്തിൽ ഉറങ്ങിക്കിടന്നവർക്കിടയിലൂടെ ട്രക്ക് പാഞ്ഞുകയറി 3 പേർക്ക് ദാരുണാന്ത്യം, 6 പേർക്ക് പരിക്ക്. വഗോലിയയിലാണ് അപകടം നടന്നത്. ട്രക്ക് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശിവക്ഷേത്രത്തിൽ LPG സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് 9 അയ്യപ്പ ഭക്തർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. കർണാടകയിലെ സായി നഗറിലാണ് ദാരുണ സംഭവം. പരിക്കേറ്റ 9 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. US-ൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 40 തടവുകാരിൽ 37 പേരുടെയും ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. 1500 പേർക്ക് ജയിൽ ശിക്ഷ ഇളവ് ചെയ്ത് 2 ആഴ്ച മുൻപ് ഉത്തരവിറക്കിയിരുന്നു. മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആശുപത്രിയിൽ. കടുത്ത പനിയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിവരം.
ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചത് ഇസ്രായേലാണെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ. ഇസ്മായിൽ ഹനി കൊല്ലപ്പെട്ടിട്ട് 5 മാസം പിന്നിടുമ്പോഴാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്രായേൽ രംഗത്ത് വരുന്നത്. പനാമ കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ പനാമ പ്രസിഡന്റ് ഹോൾസെ റൗൾ മുളീനോ കനാലിന്റെ ഓരോ ചതുരശ്ര മീറ്ററും അനുബന്ധ മേഖലയും പനാമയുടേതാണെന്നും അതങ്ങനെ തന്നെ തുടരുമെന്നും മുളീനോ വ്യക്തമാക്കി. പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ ഭാര്യ വിവാഹമോചനത്തിന് അപേക്ഷിച്ചുവെന്ന് റിപ്പോർട്ട്. വിമതർ എത്തുന്നതിന് മുൻപ് സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട അസദ് കുടുംബം നിലവിൽ റഷ്യയിലാണുള്ളതെന്ന് റിപ്പോർട്ട്. പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ ഭാര്യ വിവാഹമോചനത്തിന് അപേക്ഷിച്ചുവെന്ന് റിപ്പോർട്ട്. വിമതർ എത്തുന്നതിന് മുൻപ് സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട അസദ് കുടുംബം നിലവിൽ റഷ്യയിലാണ്. പുതിയ സർക്കാരിന്റെ നിർമ്മിത ബുദ്ധി ഉപദേഷ്ടാവായി അമേരിക്കൻ ഇന്ത്യൻ വംശജനായ ശ്രീറാം കൃഷ്ണനെ നിയമിച്ച ഡൊണാൾഡ് ട്രംപ്. സീനിയർ വൈറ്റ് ഹൗസ് പോളിസി അഡ്വൈസർ എന്ന പദവിയിലേക്കാണ് നിയമനം. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ അനുയായി കൂടിയാണ് ഇദ്ദേഹം. റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ കൂടുതൽ സൈനികരെയും ആയുധങ്ങളും അയക്കാൻ ഉത്തര കൊറിയ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. റഷ്യയ്ക്ക് ഉത്തര കൊറിയ കൂടുതൽ സൈനിക സഹായം നൽകാൻ പദ്ധതിയിടുന്നതായി ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുവൈറ്റ് അമീർ ഷെയ്ഖ് മൊഷാലുമായി സമഗ്ര ചർച്ച നടത്തി. മോദിയുടെ ദ്വിദിന കുവൈറ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമായിരുന്നു കൂടിക്കാഴ്ച. ശത്രുക്കളുടേതെന്ന് കരുതി സ്വന്തം വിമാനത്തിന് വെടിവെച്ച് US നാവികസേന. ചെങ്കടലിന് മുകളിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. വെടിവെപ്പിനെ തുടർന്ന് വിമാനത്തിൽ നിന്ന് കടലിൽ ചാടിയ 2 പൈലറ്റുമാരും സുരക്ഷിതരെന്ന് റിപ്പോർട്ട്. ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കുമെന്നും ആണും പെണ്ണുമെന്ന 2 ജെൻഡറുകൾ മാത്രമേ ഇനി US-ൽ ഉണ്ടാവുകയുള്ളൂവെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിനിക്സിൽ നടന്ന പരിപാടിയിൽ യുവാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ട്രംപ്. റഷ്യയിലെ കസാൻ നഗരത്തിലെ ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം. യുക്രൈൻ ഡ്രോണുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് റഷ്യ. 2001 അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിന്റെ മാതൃകയിലാണ് ഈ ആക്രമണം നടന്നതെന്ന് റിപ്പോർട്ട്. US-ൽ കുറച്ചുനാൾ കൂടി ടിക്ടോക്ക് തുടരാൻ അനുവദിക്കണമെന്ന നിർദ്ദേശവുമായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടിക്ടോക്കിലൂടെ തനിക്ക് വലിയ രീതിയിലുള്ള പ്രചരണം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപിന്റെ തീരുമാനം. ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന് കാര്യമായ സ്വാധീനമുണ്ടാകുമെന്ന് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ഇലോൺ മസ്കിനെ പ്രസിഡന്റ് മസ്ക് എന്നാണ് ഡെമോക്രാറ്റിക് ക്യാമ്പിൽ നിന്നുള്ളവരടക്കം വിശേഷിപ്പിക്കുന്നത്. അബുദാബി കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിക്കുന്ന 13ാമത് KSE ഭരത് മുരളി നാടകോത്സവം ആരംഭിച്ചു. ഡിസംബർ 23-ന് ആരംഭിച്ച നാടക മത്സരം ജനുവരി 20-ന് വിജയികളെ പ്രഖ്യാപിക്കുന്നതോടെ സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസുഖബാധിതനായി നാട്ടിൽ പോയി ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ ദമാം നവോദയ ദല്ല ഏരിയ യൂണിറ്റ് അംഗവും തിരുവനന്തപുരം കണിയാപുരം സ്വദേശിയുമായ നവാസിന്റെ കുടുംബത്തിന് നവോദയ കുടുംബ സഹായ നിധി കൈമാറി.
ചടങ്ങിൽ നവോദയ ദമാം റീജിയണൽ സാമൂഹ്യക്ഷേമ കൺവീനർ മൊയ്തീൻ ദല്ല, സാമൂഹ്യക്ഷേമ കൺവീനർ ബദറുദ്ദീന് സഹായനിധി കൈമാറി. കുവൈറ്റിലെ മലയാളി ചിത്രകലാകാരന്മാരുടെ കൂട്ടായ്മ വിന്റർ ക്യാൻവാസ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. റിഗായി പാർക്കിൽ നടന്ന ക്യാമ്പിൽ കുവൈറ്റിലെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തു. കുവൈറ്റിലെ പൊന്നാനി നിവാസികളുടെ കൂട്ടായ്മയായ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ കുവൈറ്റ് ഘടകം 10ാം വാർഷികം സംഘടിപ്പിച്ചു. അബാസിയ അസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ ചെയർമാൻ പ്രശാന്ത് കവളങ്ങാട് ഉദ്ഘാടനം ചെയ്തു. റിഥം കഫേ സലാലയിൽ ആരംഭിച്ചു. ഇന്ത്യൻ എംബസി കോൺസുലാർ ഏജന്റ് ഡോക്ടർ കെ സനാതനനും സ്പോൺസർ മുസ്ലിം അലി കഷ്യൂബും ചേർന്ന് കഫേ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വോയിസ് ഓഫ് സലാല അവതരിപ്പിച്ച സംഗീത നിശ അരങ്ങേറി. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.